എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് രേഖ. എൻ്റെ പേര് സാത്വിക. എല്ലാവർക്കും നമ്മുടെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗണപതി ഭഗവാനെ പറ്റിയുള്ള ഒരു ശ്ലോകം പഠിക്കാം. ഗണപതി ഭഗവാൻ ആരാന്ന് നിങ്ങൾക്കറിയില്ലേ? കണ്ടിട്ടുണ്ടോ ഗണപതി ഭഗവാനെ? ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടോ ഗണപതി ഭഗവാനെ? ഗണപതി ഭഗവാന് പല പേരുകളുണ്ട്. ഗജമുഖൻ എന്ന് വിളിക്കും, വിഘ്നേശ്വരൻ എന്ന് വിളിക്കും, ഗണനായകൻ എന്ന് വിളിക്കും. അങ്ങനെ പല പല പേരുകളുണ്ട്. ഏത് ശുഭകാര്യങ്ങൾ, ഏത് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ഗണപതി ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗണപതി ഭഗവാന്റെ ഒരു ശ്ലോകം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്നാൽ നമുക്ക് ആ ശ്ലോകം ഏതാണെന്നൊന്ന് നോക്കിയാലോ? പഠിക്കാമെന്നോ? ഓം ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഏകദന്തം മഹാകായം തപ്ത കാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഏകദന്തം മഹാകായം തപ്ത കാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. മനസ്സിലായോ? ഇതിന്റെ അർത്ഥം അറിയാമോ മോൾക്ക്? ഏകദന്തം എന്ന വാക്കിന്റെ അർത്ഥം, ഏകദന്തം എന്ന് വെച്ചാൽ ഒരു പല്ല് അല്ലെങ്കിൽ ഒരു കൊമ്പ്. മഹാകായം എന്ന വാക്കിന്റെ അർത്ഥം വലിയ ശരീരമുള്ളവൻ. കായം എന്ന വാക്കിന്റെ അർത്ഥം ശരീരം. മഹാകായം എന്നാൽ വലിയ ശരീരമുള്ളവൻ. അപ്പോൾ ഏകദന്തം മഹാകായം എന്ന വരിയുടെ അർത്ഥമാണ് ഒറ്റക്കൊമ്പനും വലിയ ശരീരവും ഉള്ളവൻ. തപ്ത കാഞ്ചന സന്നിഭം. തപ്ത എന്ന വാക്കിന്റെ അർത്ഥം ചൂടുള്ള. കാഞ്ചനം എന്ന വാക്കിന്റെ അർത്ഥം സ്വർണം. സന്നിഭം കൂടിയത്. അപ്പോൾ ഈ സ്വർണം ഉരുക്കിയ സമയത്ത് ഉള്ള ആ ഒരു പ്രഭ, ആ ഒരു തിളക്കം ആണ് നമ്മുടെ ഗണപതി ഭഗവാന്റെ ശരീരത്തിനുള്ളത്. ലംബോദരം. ലംബോദരം പറഞ്ഞാൽ വലിയ വയറുള്ളവൻ. വിശാലാക്ഷം, വിശാലമായ കണ്ണുള്ളവൻ. വന്ദേഹം ഗണനായകം. വന്ദേഹം എന്ന വാക്ക് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. വന്ദേ അഹം. അഹം എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ. ഞാൻ വന്ദിക്കുന്നു. ആരെ? ഗണനായകം, ഗണപതി ഭഗവാനെ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഏകദന്തം മഹാകായം തപ്ത കാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അപ്പോ എല്ലാരും ഗണപതി ശ്ലോകം കേട്ടില്ലേ? എളുപ്പമല്ലേ ഇത് പഠിക്കാൻ? അതിന്റെ അർത്ഥവും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എല്ലാരും ഏതെങ്കിലും ശുഭകാര്യം തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോഴോ ഈ ഗണപതി ശ്ലോകം പറഞ്ഞുകൊണ്ട് തുടങ്ങണം. തുടങ്ങില്ലേ? ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത ശ്ലോകവുമായി വരുന്നതായിരിക്കും. നമസ്കാരം.